നീ പറഞ്ഞത് ശരിയാടാ. ആളുകളൊക്കെ ഇപ്പൊ ടൗണിൽ പോയി സിനിമ കാണാൻ തുടങ്ങി. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ വിചാരിച്ച ടൗണിലെ സൗകര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാക്കാനും പറ്റുകയില്ല. പുതിയ പടങ്ങൾ വന്ന ആളുകൾ വരും. അല്ല മാധവേട്ടാ, ദേ ഉത്സവം എത്താറായി. പുതിയ ഉത്സവ പടത്തിന്റെ കാര്യം എന്തായി? പുതിയ റിലീസ് പറഞ്ഞിട്ടുണ്ട്, കിട്ടാനും പ്രയാസമില്ല. പിന്നെന്താ? പക്ഷെ ഒരു വലിയ പ്രശ്നമുണ്ടടാ. ഈ ഞാനിവിടെ ഉള്ളപ്പോ എന്ത് പ്രശ്നമാണ് നിനക്ക്? ഇനിയിപ്പോ പഞ്ചായത്തിൽ നിന്ന് ടാക്കീസ് നോക്കാൻ ആള് വരും, ഇൻസ്പെക്ഷനെ. ഇപ്പൊ ഉള്ള സൗകര്യം വെച്ച് റിലീസ് കിട്ടാൻ പാടാ. വരട്ടെ മാധവേട്ടാ, ഉത്സവ കമ്മിറ്റി ഒന്ന് കഴിയട്ടെ. ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ കുറച്ച് അഡ്വാൻസ് കിട്ടും. ബാക്കി നമുക്ക് ഭഗവാനോട് ചോദിക്കാം. ഇപ്പൊ തന്നെ കുറെ കൊടുക്കാനുണ്ട്. ഇന്നാണെങ്കിൽ അയാൾ ഏതാണ്ട് ഒരു അർത്ഥം വെച്ച് സംസാരിക്കുകയും ചെയ്തു. എനിക്കാണ് അയാളെ കാണുന്നത് തന്നെ ചൊറിച്ചില്ല. ഇവൻ ആരുടെ ഈ ഭഗവാൻ എന്ന് പേരിട്ടത്? നിനക്കാരടാ നീറന്ന് പേര്? അതിവിടെ കുറെ ഒന്നും പറയുന്നില്ല. കലക്കി. എന്ത് കലക്കി? സാധനം കലക്കിന്ന്. മാനം കറുത്തേ മനവും കറുത്തേ ഇടിവെട്ടി പേമാരി പെയ്യണ്. മാനം കറുത്തേ മനവും കറുത്തേ ഇടിവെട്ടി പേമാരി പെയ്യണ്. കള്ള് കവിഞ്ഞേ പള്ള നിറഞ്ഞേ പാട്ടൊന്നു പാടി ഞാൻ പോകണ്. കാസറ്റ് തിരിച്ചു വരുമ്പോഴേ ഈ പോലത്തെ എന്തേലും കമുകും തോട്ടവും കയ്യാലകളും വിനയൻ ശ്രീദേവി കാസറ്റ് പ്രണയത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടേയിരുന്നു. കൊതുക്. എടാ പോത്താ, ഒരു പൊടിക്ക് ജീവൻ ബാക്കി വെച്ചേരവന്റെ. കറണ്ട് പോയാ? എണ്ണ ഉണ്ടല്ലോ. 32 ഗുഡ് ബോയ്. 33 എന്നാ പിന്നെ നിനക്ക് അവന്റെ അണ്ണാക്കി കയറി കൊടുക്കാൻ പറ്റായിരുന്നോ? അതേടാ കിട്ടി, ഇവര് കിട്ടി. കല്യാണത്തിന് പോവല്ലേ പിടി. ആരും പിടിക്കണ്ട. ധൈര്യമുള്ളവൻ ഇങ്ങോട്ട് വാടാ, കാണിച്ചു തരാം. ഉണ്ണിമൂരികളെല്ലാം കൂടി ഈ നേരത്തെ എങ്ങോട്ടാടാ? കാറ്റൊക്കെ കൊള്ളാൻ. എന്താടാ ഇതുണ്ടോ? ഇത് ഇങ്ങനെ ആക്കി ഉമ്മാരു. ഇതിലേതവനാടാ ഇതിങ്ങനെ ആക്കിയത്? ചകിരി തലേന എലിവാലി മീശക്കാരൻ ഇവനാ? അവൻ തന്നെ. ഇങ്ങോട്ടാ വാടാ, ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് വാടാ. ഇത് മൊത്തം കറക്കി അകത്ത് കയറ്റിട്ട് നീ പോയാ മതി. എവിടെടാ ബാക്കി അലവലാദികള്? കാണാനില്ല. പെട്ടെന്ന് ചെയ്യണം. ലോലനെ പിടിച്ച്. ലോലൻ നമ്മുടെ മുത്താടാ. ഞങ്ങള് വരുന്നുണ്ട്. ഇന്ന് വിനയന്റെ 16 യന്ത്രം ഞാൻ നടന്നു. വേഗം വിടറാ. കേട്ടടാ അങ്ങോട്ട്. അയ്യോ, ഇൻഡിക്കേറ്ററോ? ഇൻഡിക്കേറ്റർ ഇതിലില്ലണ്ണ. ഇല്ലേ? നസീറേ, നീ ജയിച്ചു എന്ന് വിചാരിക്കണ്ട. ഞങ്ങളെ പുറത്തുനിന്ന് കുട്ടികളെ വിളിക്കും. എന്നാ വിളിച്ചോണ്ട് വാടാ ഊള ബീജു. വിളിക്കടാ ഊളെന്ന്. വിളിക്കടാ ഊളേന്ന്. അണ്ണാ ലോലം വിളിക്കുന്നു. ഇവരെന്തോണ്ണോ വയ്യ? ശരിക്കും വിളിയടാ. പരിഭവർണ്ണ പരാഗങ്ങളും ചൂലിട്ടാട്ടാതടാ. അഭിനയനെ കണ്ടോ നീ? കമ്മിറ്റി അല്ലേ, കവലേ കാണൂ. പോ. ഇനി കമ്മിറ്റി കഴിഞ്ഞിട്ട് മതി കക്കൂസ് കഴുകൾക്ക്. നമ്മുടെ മമ്മൂക്കാക്കേ ആൺകുട്ടി പറഞ്ഞെന്ന് ആഹാ, പേര് കേട്ടു. എന്താ
ദുൽഖർ സൽമാൻ. ഓഹോ. കൊള്ളല്ലേ? പിന്നെ 86 പത്രം എടുത്തവൻ ഉണ്ടാക്കുക ദുൽക്കുമോനെ ഇപ്പൊ വയസ്സ് 4 എന്തായാലും വളർന്നു വലുതാകുമ്പോഴേ അവൻ മുറ്റ് ഗ്ലാമർ ആയിരിക്കും. എന്റെ കീരിക്കാടൻ ജോസിനെ പോലെ. എന്താ കീരിക്കടൻ ജോസ് ആരാടാ നിന്റെ അച്ഛനാ? കോണലോളിയോ എന്റെ അപ്പൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. പക്ഷെ കീരിക്കാടൻ ചേട്ടനെ പറ്റി പറഞ്ഞാട്ടല്ലോ പന്നി. എന്താടാ എന്താ കമ്മിറ്റിക്ക് വരുന്നില്ലേ? ലിസ്റ്റ് എടുത്തോണ്ടിരിക്കുക. സൂണായിട്ട് വിട്ടോ, ഞങ്ങൾ എത്തിക്കോളാം. ആ ശരിടാ. ശരി. ക്ലിപ്പിരെ ഇവിടെ ഇരുന്ന് അധികം ക്ലിപ്പിക്കാതെ നേരെ ടാക്കീസിലേക്ക് ഇന്ന് ഇൻസ്പെക്ഷൻ ആള് വരുന്നോ? ഇഞ്ചക്ഷനാ മാധുവേട്ടനെ പറ്റി കുത്തിവെക്കാനാ? यही है वो इलाका जहाँ लोग तुम्हें जानते हैं. अब न तो वर्दी है न कुर्सी. इलाका तुम्हारा है और मैं अकेला हूँ. നമ്മുടെ ഗഗൻ गगनान കള്ളനൊക്കെ നിന്റെ അമ്മാവൻ മുരളിയുടെ വീട്ടിൽ നിന്ന് തിണ്ടി എടുത്തിട്ട് ഞാൻ തന്നാണ്ട. പിന്നെ എന്തിനാ മുരളിയുടെ തിണ്ടികളൊപ്പം കുളിക്കരുത്. ഇറങ്ങൂല. നിന്റെ ഒക്കെ തലമണ്ടയ്ക്ക് ഞാനൂടാ. അയ്യോ നാല് അഞ്ച് ഈ തണ്ടിയായിരുന്നു. അറേ പാച്ചു. എടാ ഞാൻ പിടി താഴെ കാശേരാ. അയ്യേ അച്ഛന്റെ കീശന്ന് കേട്ട കാശല്ലേ? ബസ് അയ്യോ ബസ് പോയല്ലോ. ഊതല്ലേ വിദ്യാഭ്യാസ സ്നേഹി. അതില്ല, 2 വട എടുക്കട്ടെ. ഇയാള് ചത്തില്ലേ? വടനെഹി പാൻപുരി വേൽപുരി ഓംപുരി പഴംപുരി. അരെ നായർ സാബ് കേസേ ഹേ? എടാ ഗഗൻ, നിനക്ക് ഈ നാട്ടിൽ എന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചൂടെ? ഡാഗഗാന ബി ഗഗൻ ബോംബെ ഗഗൻ ഉപ്പത്തെ സ്നാക്കരോ സംസാ ആൾറെഡി ചന്ദ്രിക്കും എന്തൊട്ട് 5 മണിയാ. ഇവൻ വന്ന വണ്ടിക്ക് തന്നെ പോകേണ്ടി വരും. അപ്പൊ ഇതിവിടെ ഹിറ്റാണല്ലേ? പിന്നെ നീ എന്താ ഇത്തവണ വരാൻ വൈകിയേ? ജയന്തി വരാൻ കുറച്ച് ലേറ്റ്. അല്ലെങ്കിലും ഈ പെൺകുട്ടികൾ ഇങ്ങനെ വരാൻ കുറച്ച് ലേറ്റ് ആവും. എന്നിട്ട് അവളവിടെ ആരി ജയന്തി ഉല്ലുക്ക പട്ട ഏതോ വലിയ ഇല്ലാത്ത പട്ടത്തി കൊച്ചാ. എടാ അതൊരു ട്രെയിനാണ്. തീവണ്ടിയാ? ജയന്തി തീവണ്ടിയാ. ജയന്തി ജനത. ഓഹോ സാർ ഇപ്പൊ എവിടെ നിന്നാണാവോ? നിനക്കൊക്കെ ചിന്തിക്കാവുന്നതിന്റെ അപ്പുറത്ത് അങ്ങ് ബോംബെന്ന് അതോ ലോകത്തിന്റെ ഇരുട്ടറയിൽ മിൽഖാ സിംഗിന്റെ കൂട്ടത്തിലായിരുന്നു ഞാൻ. 6 ദിവസം യുദ്ധമാണ് യുദ്ധം. എന്ത് അല്ല അപ്പൊ ബാക്കി ഒരു ദിവസോ? ഒരു ദിവസം ഗുഡ് ക്വസ്റ്റ്യൻ. ശനിവാർ ഞങ്ങൾക്ക് ഹോളിഡേ ആണ്. അതായത് ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ പൊതുവെ അധോലോക പരിപാടികൾക്ക് പോകാറില്ല. എന്തിനാളിയാ നീ ഇങ്ങോട്ട് പോന്ന്? കണ്ണട വരാനാ? നൊസ്റ്റാൾജിയ. പറയാതെ ബാക്കി വെച്ച 1000 രഹസ്യങ്ങൾ എന്റെ വിനയനുമായി പങ്കുവെക്കാൻ. പിന്നെ ഇതൊക്കെ കാണിക്കണ്ടേ? ഓക്കെ ദിവസവും സൗഹൃദത്തിന്റെ തലം സംസാരിച്ചിട്ടുണ്ടോ? ഒരു അഹങ്കാരം ഇല്ലാത്ത തെണ്ടി. പ്രൈം മിനിസ്റ്റർ ലൈറ്റ് ആൻഡ് സൗണ്ട്സ്. പഴയ ബോർഡുകൾ, പൊളിഞ്ഞ ലൈറ്റുകൾ. ആഹാ, ഒരു മാറ്റമില്ല. കട കുറ്റം പറഞ്ഞോ തെണ്ടി. മേലാ കടക്കകത്ത് കയറി പോരും. ഓ പിന്നെ ചുമ്മാ ചുമ്മാ നല്ല കാര്യമായിട്ട് തന്നെ. നിന്നോട് 1000 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ഈ ഉടായ്പ പരിപാടിയായിട്ട് ഈ നാട്ടിൽ തന്നെ നിന്നോളൊന്നു. ഒരു പ്രേം നസീർ കട മുതലാളി. എടാ വിനിയ, നീ എല്ലാം മറന്നു. വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് വേണ്ടി കത്ത് എഴുതണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ കത്ത് എഴുതി. ആ കത്ത് നീ മാറിക്കൊടുത്ത് തെക്കല് ജാനിച്ച് കത്ത് പിടിച്ചപ്പോ നീ പറഞ്ഞു ഇനി കത്ത് പറ്റൂല. നമ്പർ ലോക്ക് എത്ര? 319. എന്തിനാണ് പെട്ടിയോടച്ച് നമ്പർ ലോക്കേ? അപ്പൊ ഞാൻ നിനക്ക് കാസറ്റിന്റെ ഐഡിയ പറഞ്ഞു. പോടാവിടും. ഇതൊന്നും പോരാനിട്ട് ഇടതൂർന്ന മുടിയിൽ തുളസിക്കതിർ ചൂടിയ കരിമഷി കണ്ണുകളോടുകൂടി അവളോട് അവൻ പറയാതെ പോയ ഹൃദയ രഹസ്യങ്ങളെ ഒരു ഗഗനഹംസം എന്നോണം അവളിലേക്ക് എത്തിച്ച അരയന്നമാണ് നീ എന്നല്ല പറയാമെന്ന്. തന്നിലിയാ തന്നെ. അപ്പൊ നീ ഇതൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ? ഇല്ലളിയാ ഇല്ല, മറന്നിട്ടില്ലെന്ന് മാത്രമല്ല നല്ല ഓർമ്മയുണ്ട്.
അതുകൊണ്ടാണ് ഇറങ്ങി പോടാ എന്ന് പറഞ്ഞു. ആട്ടെ നഹി, मैं चलूंगी. Zip. ഇത് വാക്മാൻ. നടക്കുന്ന മനുഷ്യന്നല്ല. കാസറ്റിലൂടെ പ്രണയിക്കുന്നവർക്ക് ഇനി നടന്നും ഇരുന്നും കിടന്നും പ്രേമിക്കാം. മേഡ് ഇൻ ഗഗൻ. ഇതും നിനക്ക് വേണ്ടല്ലോ അല്ലേ? എന്താ ഗഗന ഹംസമേ, എന്താ അരെ